ഇത് കോഴിക്കോട് പാലക്കാട് ഹൈവേ. ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ ഞാൻ ബസ്സിലിരുന്ന് ഈ മലനിരകളുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാറുണ്ട്. ഞാനിന്ന് ഈ മലകളിലൊന്ന് കയറാൻ പോവുകയാണ്. ഞാനിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ഈ മല ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. എൻട്രൻസിൽ ആരെയും കണ്ടില്ല, എങ്കിലും കുറച്ചങ്ങ് പോയാൽ ആരെങ്കിലുമൊക്കെ കാണാം എന്ന വിശ്വാസത്തിലാണ് നടക്കുന്നത്. തീർത്തും വിജനമായ ഒരു മുളങ്കാടിന് ഇടയിലൂടെ നടന്ന് എത്തിച്ചേർന്ന ഒരു പാറയുടെ അടുത്താണ്. ഇനി പാറ കയറേണ്ടി വരും ഏറ്റവും അറ്റത്തെത്താനായിട്ട്. എനിക്കവിടെ ഒരു അപ്പാപ്പൻ നിൽക്കുന്നത് കാണാം. ആള് മല കയറാൻ പറ്റാതെ ശ്വാസം മുട്ടി നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് മുകളിലേക്ക് ആൾക്കാർ പോയിട്ടുണ്ട് എന്നാണ്. ഇനി അങ്ങനെ കുത്തനുള്ള കയറ്റമല്ല, പച്ചപ്പൊക്കെ ഉണ്ട്. ഈ ചെടികൾക്കിടയിലൂടെ ചെറിയ വഴിച്ചാലും ശരിക്കൊരു കാടിന്റെ ഫീലൊക്കെ തോന്നും. ആളിവിടെ ആൾക്കാർ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ പോലും കാണാനില്ല. ശരിക്കും ഒരു ആരും ഇല്ലാത്തൊരു സ്ഥലം പോലെ. ഈ പാറകളിൽ വരകൾ കണ്ടില്ലേ? ഇത് വെള്ളം ഒഴുകിയ പാടുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പക്ഷേ ഈ പാറകളുടെ മീതെ വെള്ളം ശക്തിയായിട്ട് ഒഴുകിയിട്ടുണ്ടാകാം. ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് ഒരു 4 മണി 5 മണി ആയ സമയത്താണ് ഈ മല കയറ്റം കേട്ടോ. സൂര്യന് അസ്തമിക്കുന്നതിന് മുമ്പ് താഴേക്ക് എനിക്ക് ഇറങ്ങേണ്ടതുണ്ട്. ഒരു മനുഷ്യനും കാണുന്നില്ല, അറ്റത്ത് എത്തിയിട്ടുമില്ല. ഇവിടെ എത്തിയപ്പോൾ മലയുടെ അറ്റം കാണാൻ സാധിച്ചു. അവിടെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഇനി കുറച്ച് ദൂരം കൂടി പോയാൽ മതി. അവിടെ ഈ ടൂറിസ്റ്റ് പ്ലേസിന്റെ ഒരു ഉദ്യോഗസ്ഥൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആള് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ പേര് തൊടുകാപ്പ്. ഇത് കരിങ്കലത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് പെരിന്തൽമണ്ണയ്ക്കും മണ്ണാർക്കാടിനും ഇടയ്ക്ക്. അങ്ങനെ നമ്മൾ മലയുടെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എത്തിയിരിക്കുന്ന മല വളരെ ചെറുതാണ്. ഇതിന് ചുറ്റുവട്ടത്തും നമുക്ക് കൂറ്റൻ മലകൾ കാണാം. ഈ മലയിൽ നിന്ന് കാണുന്ന കാഴ്ചകളേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ വൈബാണ്. നല്ല രസമാണ്, നല്ല ഫീലിംഗ് ആണ് ഇവിടെ നിൽക്കാനായിട്ട്. നല്ല ചെറിയ ചെറിയ കുറ്റിക്കാടുകളും പിന്നെ എന്താ പറയുക, നല്ല കാറ്റൊക്കെ ഉണ്ട് ഇവിടെ. കപ്പിൾസുകൾ വരുന്നൊരു സ്ഥലമാണ്. അവർ ശല്യപ്പെടുത്താനായിട്ട് വേറെ ആരും തന്നെ ഇവിടെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നേരത്തെ കണ്ട ആ അപ്പാപ്പൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട്. ഞാനിവിടെ കുറച്ച് നേരം കൂടി ഒന്ന് സ്പെൻഡ് ചെയ്തു. 6 മണിക്ക് മുമ്പ് മല ഇറങ്ങണമെന്ന് താഴത്തെ ഓഫീസർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അസ്തമയം കാണാൻ നിന്നില്ല. പിന്നെ ഈ സ്ഥലത്തിൻ്റെ എൻട്രൻസിൽ ബസ് സ്റ്റോപ്പ് ഒന്നുമില്ല. ഇവിടുന്ന് 1 കിലോമീറ്റർ പിന്നെയും നടക്കണം. കരിങ്കലത്താണി വരെ നടന്നാലേ ബസ് സ്റ്റോപ്പ് ഉണ്ടാവുള്ളൂ.